ഹായ്, ഞാൻ പ്രീത. എല്ലാവർക്കും പ്രീത സമൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ലൊരു തക്കാളി ചട്നി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദോശക്കും ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തക്കാളി ചട്നി ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് റൗണ്ടായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം 2 ചെറുതായി അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ സവാള നന്നായി വഴറ്റിയെടുക്കൊന്നും വേണ്ട. ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഒരു 5 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് സവാളയും തക്കാളിയും നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായി തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളി ഇവിടെ നന്നായി തന്നെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ജാറിലിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ തക്കാളി വഴറ്റിയെടുത്ത പാകത്തിന് തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇവിടെ കുറുകിയെടുക്കുന്നത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പം നിങ്ങളത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇതേപോലെ അരച്ചെടുക്കണം. വെള്ളം ഒഴിച്ചാണെങ്കിൽ ഇത്രയും കൂടി ലൂസാവും. ഇനി തക്കാളി ചമ്മന്തിക്ക് താളിച്ചും കൂടി ഇടാം. അതിനായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കഴിയുമ്പോൾ വേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഈ അരച്ചു വെച്ച തക്കാളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ച തക്കാളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടും. ഈ നേരത്തെ തക്കാളി ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. തക്കാളി ആയതുകൊണ്ട് ചെറിയ പുളിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്തിരി അല്പം പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചമ്മന്തിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. ആ പുളിപ്പൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.